സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക്. ആരാധകർ ആവേശത്തിലാണ്. പക്ഷേ ചെന്നൈ ക്യാമ്പിൽ നിന്ന് വരുന്നത് അത്ര സുഖകരമായ വാർത്തകളല്ല. സഞ്ജുവിനെ ചെന്നൈയുടെ നായകനാക്കരുത് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ്. എന്തുകൊണ്ടാണ് കൈഫ് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചത്? സഞ്ജുവിനേക്കാൾ മിടുക്കൻ ഋതുരാജാണോ? നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. T20 ലോകകപ്പിലെ മാജിക്കൽ ബാറ്റിംഗ് പ്രകടനത്തിനു ശേഷം IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കന്നിമത്സരം കളിക്കാൻ തയ്യാറെടുക്കുകയാണ് സൂപ്പർ താരം സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം പോലും വേണ്ടെന്നുവെച്ചാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. പക്ഷേ CSKയിൽ സഞ്ജുവിന് ക്യാപ്റ്റൻസി ലഭിച്ചിട്ടില്ല. ഋതുരാജ് ഗേക്വാദിന് കീഴിലാണ് അദ്ദേഹം ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ കളിക്കാനിറങ്ങുക. അതിനിടെ സഞ്ജുവിനു CSKയുടെ നായകസ്ഥാനം നൽകരുതെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ മധ്യനിര ബാറ്റർ മുഹമ്മദ് കൈഫ്. പുതിയ IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം ചെയ്യവെയാണ് കൈഫ് ഇത് വ്യക്തമാക്കിയത്. സഞ്ജു സാംസണിനു ക്യാപ്റ്റൻസി നൽകി ചെന്നൈ സൂപ്പർ കിങ്സ് അബദ്ധം കാണിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം സഞ്ജു ഇപ്പോൾ ടീമിനൊപ്പം ചേർന്നിട്ടേയുള്ളൂ. ബാറ്റിംഗിലൂടെ കളി ജയിപ്പിക്കുക, വിക്കറ്റ് കീപ്പിംഗ്, ക്യാപ്റ്റൻസി തുടങ്ങി എല്ലാ കാര്യങ്ങളും കൂടി ഒരേ സമയത്തു സഞ്ജുവിൽ നിന്നും പ്രതീക്ഷിക്കരുത്. എല്ലാ ഭാരവും കൂടി അദ്ദേഹത്തിനുമേൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല. ഈ റോളിലേക്കു സഞ്ജുവിനെ പതുക്കെ വളരാൻ അനുവദിക്കുകയെന്നതായിരിക്കും പ്ലാൻ. അതിനുശേഷം ധോണിയുടെ പകരക്കാരനിലേക്ക് വരികയും ചെയ്യാം. ഇതു ദീർഘകാല വീക്ഷണമായിരിക്കണമെന്നും കൈഫ് വിശദമാക്കി. 2021 മുതൽ 25 വരെ രാജസ്ഥാൻ റോയൽസിനെ നയിച്ച അനുഭവ സമ്പത്തുമായാണ് സഞ്ജു വരുന്നത്. 2022 അദ്ദേഹം ടീമിനെ റണ്ണറപ്പുകളാക്കിയിരുന്നു. എന്നാൽ ചെന്നൈയുടെ നേതൃത്വത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ലെന്നും ഋതുരാജിനെ തന്നെ അവർ പിന്തുണയ്ക്കുമെന്നുമാണ് കൈഫിന്റെ പക്ഷം. ഋതുരാജ് 3-4 വർഷങ്ങളായി ചെന്നൈക്കൊപ്പമുണ്ട്. ചെന്നൈയിലെ പിച്ചുകളിൽ ടോസ് ജയിച്ചാൽ എന്തു ചെയ്യണമെന്നും കളിക്കാരെ എങ്ങനെ ഉപയോഗിക്കണമെന്നും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. ഇത്തരം വശങ്ങൾ പഠിക്കാൻ സഞ്ജുവിന് 1-2 വർഷം കൂടി വേണ്ടിവരും. അതിനുശേഷം മാത്രം അദ്ദേഹത്തെ നായകനാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണെന്നും കൈഫ് കൂട്ടിച്ചേർത്തു. സഞ്ജുവിനെ ചെന്നൈയുടെ നായകനാക്കണമോ അതോ ഋതുരാജിന് കീഴിൽ ഒരു ബാറ്ററായി മാത്രം കളിപ്പിക്കണമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. സഞ്ജുവിന്റെ ഈ സീസണിലെ പ്രകടനത്തിനായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ഫാസ്റ്റ് ക്രിക്കറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.